ഓ നമാമി നാരായണ പാദപങ്കജം കരോമി നാരായണ പൂജനം സദാ വദാമി നാരായണ നാമ നിർമ്മലം സ്മരാമി നാരായണ തത്വമവ്യയം. എല്ലാ സുഹൃത്തുക്കൾക്കും എന്റെ വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധ അതാ സപ്ത അശീതിതമോധ്യായ. നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് 87ാമത്തെ അധ്യായമാണ്. അതിൽ 27 ശ്ലോകങ്ങൾ വരെ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് 28ാമത്തെ ശ്ലോകമാണ്. അതായത് യോഗനിദ്രയിൽ ശയിക്കുന്ന ഭഗവാനെ വേദാഭിമാനികളായ ദേവതകൾ സ്തുതിക്കുന്ന ശ്രുതിഗീത അല്ലെങ്കിൽ വേദസ്തുതി ആണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ബാക്കി ഭാഗം നമുക്കിന്ന് തുടരാം. ശ്ലോകം 28. തമ്മരുണസ്വരാടകില കാരക ശക്തിധര സ്തവ ബലിമുദ്വഹന്തി സമദന്തി അജയാനിമിഷാം വർഷഭുജോകില ക്ഷിതിപതിരേ പദേ ക്ഷിതിപദേരിവ വിശ്വസൃജോ വിദദതി യത്ര തേ ത്വധികൃത ഭവതശ്ചകിതാം. ത്വം അകരണഃ സ്വരാട് അഖിലകാരക ശക്തിധര തവ ബലിമുദ്വഹന്തി സമദന്തി അജയ അനിമിഷാഹ. ത്വം അകരണഃ. അപ്പൊ ഭഗവാൻ ആരാണ്? ഭഗവാൻ ഇന്ദ്രിയങ്ങളൊന്നുമില്ല, രൂപമില്ലാത്തതാണ്. അപ്പൊ അകരണ, കരണങ്ങളില്ലാത്തതാണ്, ഇന്ദ്രിയങ്ങൾ കൂടാത്തവനായി. സ്വരാട് എന്നാൽ സ്വയം പ്രകാശിക്കുന്നവനാണ്. അധികകാരക ശക്തിധര, എല്ലാത്തിന്റെയും സമസ്ത പ്രാണികളുടെയും ഇന്ദ്രിയ ശക്തികളെ ധരിക്കുന്നവനാണ്. അജയ, അജയ എന്ന് പറഞ്ഞാൽ മായ അല്ലെങ്കിൽ അവിദ്യയോട് സഹിതമായിരിക്കുന്ന അനിമിഷ ദേവന്മാരും വിശ്വസൃജ ലോകത്തെ സൃഷ്ടിക്കുന്നവരും വർഷഭുജ അതായത് ചെറിയ ചെറിയ രാജ്യങ്ങളിലെ രാജാക്കന്മാര് അഖിലക്ഷിതിപതേ ഇവ ധാരാളം രാജ്യങ്ങളുടെ അധിപതിയായ ചക്രവർത്തിക്ക് എങ്ങനെയാണോ കപ്പം കൊടുക്കുന്നത് അതുപോലെയാണ് തവ നിന്റെ ഒരുവടിക്ക് ബലിയെ ഉദ്വഹന്തി സമർപ്പിക്കുന്നു. അപ്പൊ അങ്ങനെ കരണങ്ങളോടുകൂടി അല്ലാത്ത, ഇന്ദ്രിയ സംബന്ധം ഇല്ലാത്ത, താനെ പ്രകാശിക്കുന്ന സർവപ്രാണികളുടെയും ഇന്ദ്രിയ ശക്തികളെ അതായത് വിഷയങ്ങൾ പ്രവർത്തിക്കുന്ന ഭഗവാനാണ്. എന്നാൽ അവിദ്യയോട് ചേർന്നവരാണ് ഇന്ദ്രാദി ദേവതകൾ എല്ലാം. അതുപോലെ തന്നെ അവരാൽ പൂജ്യന്മാരായ ബ്രഹ്മാദികൾ, ഇപ്പൊ ബ്രഹ്മാദി ദേവന്മാരും പിന്നെ അതുപോലെ ഇന്ദ്രാദി ദേവന്മാരും എല്ലാവരും എന്തു ചെയ്യുന്നു? ചെറിയ രാജ്യത്തിലെ രാജാക്കന്മാർ വലിയ രാജ്യത്തിലെ അല്ലെങ്കിൽ ചക്രവർത്തിക്ക് കപ്പം കൊടുക്കുമല്ലോ, അതുപോലെയാണ് എന്തു ചെയ്യുന്നത്? ഇവരെല്ലാം ഇന്ദ്രാദി ദേവന്മാരും ബ്രഹ്മാദി ദേവന്മാരും എല്ലാം ഭഗവാന് ബലി അർപ്പിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഭഗവാനെ പേടിച്ചാണ് അവർ ഓരോ കർമ്മങ്ങൾ ചെയ്യുന്നത്. ഭഗവാൻ എല്ലാത്തിന്റെയും നിയന്താവാണ്, ഭഗവാൻ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നതാണ്. അപ്പൊ അവർ ഓരോരോ കർമ്മങ്ങൾ ചെയ്യുന്നത് ഭഗവാനെ പേടിച്ചിട്ടാണ്. അതിങ്ങനെ ഉപനിഷത്തിൽ പറയും, ഭീഷ്മ അസ്മാത് വാതപവതേ, പേടിച്ചിട്ടാണ് വായു ചലിക്കുന്നത്. ഭീഷോദേതി സൂര്യക, സൂര്യൻ ഉദിക്കുന്നത് ആ ഭഗവാനെ പേടിച്ചിട്ടാണ്. ഭീഷ അസ്മാത് അഗ്നിശ്ച, അഗ്നി ജ്വലിക്കുന്നത് ഭഗവാനെ പേടിച്ചിട്ടാണ്. അതുപോലെ ഇന്ദ്രൻ ഓരോ പ്രവൃത്തി ചെയ്യുന്നത് ഭഗവാനെ പേടിച്ചിട്ടാണ്. മൃത്യുർധാവതി, മൃത്യു ഭഗവാനെ കാണുമ്പോൾ ഓടിപ്പോകുന്നു. അപ്പൊ ഓരോന്നും ഓരോ ദേവന്മാരും ബ്രഹ്മാദി ദേവന്മാര് തുടങ്ങിയ എല്ലാ ദേവന്മാരും ഭഗവാന്റെ ആജ്ഞ അനുസരിച്ച് അല്ലെങ്കിൽ ഭഗവാനെ പേടിച്ച് പ്രവർത്തിക്കുന്നവരാണ്. ഭഗവാനാണ് എല്ലാത്തിന്റെയും നിയന്താവ്, എല്ലാ ശക്തികളുടെയും നിയന്താവാണ് ഭഗവാൻ.
മറ്റവരൊക്കെ ആണെങ്കിലോ മായയ്ക്ക് അധീനരാണ്. ഭഗവാനാണെങ്കിലോ മായയ്ക്ക് അതീതമാണ്. തമകരണസ്വരാടകിലകാരശക്തിധര തവ ബലിമുദ്വഹന്തി സമദന്തി അജയാം നിമിഷാം വർഷഭുജോകില ക്ഷിതിപതേരിവ വിശ്വസൃജോ വിദദതി യത്രയേ ത്വ അധികൃത ഭവതശ്ച ഗിതാം. അടുത്തത് ശ്ലോകം 29. സ്ഥിരചരജാതയസ്വർ അജയോത്ഥ നിമിത്തയുജോ വിഹര ഉദീക്ഷയാ യതി പരസ്യ വിമുക്ത തഥാ നഹി പരമസ്യ കശ്ചിദപരോ ന പരശ്ച ഭവേത് വിയദൈവാവദസ്യ തവ ശൂന്യതുലാം ദദതാം. സ്ഥിരചരജാതയഃ സ്യുഃ അജയ ഉത്ഥ നിമിത്തയുജഃ വിഹര ഉദീക്ഷയാ യതി പരസ്യ വിമുക്ത തതഃ. ഹേ വിമുക്ത, അല്ലയോ വിമുക്തനായവനെ, അതായത് നിത്യമുക്തനായവനെ, എല്ലാത്തിൽ നിന്നും വിമുക്തൻ, മായയിൽ നിന്നെല്ലാം വിമുക്തൻ, അതായത് നിത്യമുക്തൻ ആയവനെ. തതഃ പരസ്യ, അതിങ്കൽ പരമായിരിക്കുന്ന തവ അങ്ങയ്ക്ക് ഉദീക്ഷയ ഈക്ഷണം കൊണ്ട് വിഹരഹ ക്രീഡ യതി എപ്പോഴോ, അതായത് സൃഷ്ടി ഇവിടെ നടക്കുന്നത് എപ്പോഴാണ്? ആ പ്രളയത്തിന് ശേഷം എല്ലാം ഭഗവാനിൽ ലയിക്കും. അപ്പം ഭഗവാൻ മാത്രമേ കാണുള്ളൂ. അപ്പോൾ സൃഷ്ടിക്ക് സമയമാകുമ്പോൾ ഭഗവാന്റെ ഒരു ഈക്ഷണം, ഒരു നോട്ടം, ഈക്ഷണം കൊണ്ട് ക്രീഡ അതെപ്പോഴാണ്? തഥ അപ്പോൾ ഉത്ഥ നിമിത്തയുജ, ഉത്ഥാനം ചെയ്ത നിമിത്ത രൂപങ്ങളായ കർമ്മങ്ങളോടുകൂടിയവരായി, അതായത് ഭഗവാനിൽ ലയിച്ചിരിക്കുന്ന എല്ലാ ജീവജാലങ്ങളും, കർമ്മങ്ങളോടുകൂടിയ എല്ലാ ജീവജാലങ്ങളും, സ്ഥിരചര ജാതയ, സ്ഥിരങ്ങളും ചരങ്ങളുമായ, അതായത് എല്ലാ ചരങ്ങളും അചരങ്ങളുമായ ദേഹങ്ങളോടുകൂടിയ ജീവാത്മാക്കൾ ഭവിക്കും. അപ്പോൾ ഭഗവാന്റെ ഈക്ഷണം കൊണ്ട് ഭഗവാനിൽ ലയിച്ചിരിക്കുന്ന ആ ജീവാത്മാക്കള് പിന്നെ സൃഷ്ടിയിൽ ഉണ്ടാകുന്നു. പരമസ്യ, പരമ കരുണയുള്ളവനായി വിയതഃ ഇവ, ആകാശതുല്യനായി ശൂന്യതുല, ശൂന്യ സാമ്യത്തെ എന്ന് വെച്ചാൽ ഉപമിക്കാൻ സാധിക്കാത്ത ദതത ധരിച്ചവനായി. അപ്പൊ ഭട്ടതിരിപ്പാട് പറഞ്ഞ അനുപമിതം, ഉപമിക്കാൻ വേറെ ഒന്നില്ലാത്തത്. ആകാശതുല്യൻ, അപദസ്യ അഗോചരൻ, ഇന്ദ്രിയങ്ങൾക്ക് ഗോചരനല്ലാത്ത തവ നിന്തിരുവടിക്ക് കശ്ചിത് അപര, അപരനായിട്ട് ഒരുവൻ നഹിയില്ല. അതായത് ഭഗവാന് പകരമായിട്ട് ഒരുവൻ ഇല്ലെങ്കിലല്ലേ ഉപമിക്കാൻ സാധിക്കുള്ളൂ. അതാണ് ഭട്ടതിരിപ്പാട് സാന്ദ്രാനന്ദാവബോധാത്മകം അനുപമിതം എന്ന് പറയുന്നത്. കാലദേശാവധിഭ്യാം നിർമുക്തം, കാലത്തിനും ദേശത്തിനും അതീതൻ. അപ്പോൾ പരനായിട്ട് ഒന്നില്ല. അതാണ് ഭഗവാനെ അദ്വൈതൻ. അദ്വൈതം എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടില്ലാത്ത ഒന്ന്, അതാണ് അദ്വൈതം. പരച, പരനായിട്ടും ന ഭവേ, ആരും ഭവിക്കുന്നില്ല. അപ്പൊ ഭഗവാൻ പരമ കാരുണ്യമുള്ളവനാണ്, ആകാശം പോലെ എങ്ങും വ്യാപിച്ചിരിക്കുന്നവനാണ്. ഭഗവാന് സദൃശ്യനായിട്ട് ആരുമില്ല. മനസ്സിനും വാക്കിനും എത്താൻ അതാണ് അഗോചരം, സാധിക്കാത്തവൻ ആകുന്നു ഭഗവാൻ. ഇനി ജീവാത്മാക്കൾ, ഭഗവാനിൽ ലയിച്ചിരിക്കുന്ന ജീവാത്മാക്കളെല്ലാം ഭഗവാന്റെ ഈക്ഷണത്തോടുകൂടി അവയുടെ കർമ്മങ്ങളോടൊപ്പം പുറത്തു വരുന്നു. അതാണ് സൃഷ്ടി നടക്കുന്നത്. ഈക്ഷിക്കപ്പെടുമ്പോൾ എന്ത് ചെയ്യുന്നു? മായയാൽ ഉണർത്തപ്പെട്ട കർമ്മങ്ങളോടുകൂടി ജീവാത്മാക്കൾ അവരുടെ കർമ്മ അനുസാരണേണ ബഹുവിധങ്ങളായ ശരീരങ്ങളെ സ്വീകരിച്ചിട്ട് പിന്നീട് എന്ത് ചെയ്യും? കുറെ നാള് ജീവിച്ച് പിന്നെ അതിനെ ഉപേക്ഷിക്കും. സംശീർണാനി യഥാവിഹായ നരാണി ഗൃഹാണി നരോപരാണി തഥാവിഹായ അന്യാനി ജീർണാനി സംയാതി നവാനി ദേഹി. വസ്ത്രം ചീത്തയാകുമ്പോൾ ഉപേക്ഷിക്കുന്ന പോലെ ദേഹി എന്ത് ചെയ്യുന്നു? ആ ദേഹം ജീർണിക്കുമ്പോൾ ആ ദേഹത്തെ ഉപേക്ഷിച്ച് വേറെ ശരീരം സ്വീകരിക്കുന്നു. അപ്പോൾ ഭഗവാനിൽ ആ ലയിച്ചിരിക്കുന്ന ജീവാത്മാക്കൾ ഓരോ ശരീരമെടുത്ത് അവരുടെ കർമ്മങ്ങൾക്കനുസരിച്ചുള്ള ശരീരമെടുക്കുന്നു. പിന്നീട് ശരീരം നശിക്കുമ്പോൾ വീണ്ടും ഭഗവാനിൽ ലയിക്കുന്നു, അല്ലെങ്കിൽ വിവിധ ശരീരങ്ങൾ വീണ്ടും സ്വീകരിക്കുന്നു. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്.
സ്ഥിരചരജാതയസ്യുർ അജയോദ്ധ നിമിത്തയുജോ വിഹര ഉദീക്ഷയായതി പരസ്യ വിമുക്ത തഥാ നഹി പരമസ്യ കശ്ചിത് അപരോ ന പരശ്ച ഭവേത് വിയത ഇവാ പദസ്യ തവ ശൂന്യതുലാം ദധാം. ശ്ലോകം 30. അപരിമിതാ ധ്രുവാ തനുഭൃതോ യതി സർവഗത തർഹി ന ശാസ്യതേതി നിയമോ ധ്രുവാ നേതരതാം അജനചയന്മയം തദവമുച്യ നിയന്ത്രി ഭവേത് സമം അനുജാനതാം യദമതം മത ദുഷ്ടതയാം. അപരിമിത ധ്രുവ, ഭഗവാനെ വിളിക്കുന്നത് ധ്രുവ എന്ന് വെച്ചാൽ നിത്യനായുള്ളവനെ. തനുഹൃത, ജീവാത്മാക്കൾ, തനു എന്ന് വെച്ചാൽ ശരീരം സ്വീകരിച്ചിട്ട് ജീവാത്മാക്കൾ അപരിമിത, ഇത്രയുണ്ടെന്ന് നിശ്ചയിക്കാൻ കഴിയാത്തവണ്ണം അസംഖ്യമാണ്. അപ്പൊ ജീവാത്മാക്കൾ എന്ന് വെച്ചാൽ ഇഷ്ടം പോലെ ഉണ്ട്, കോടിക്കണക്കിന് ജീവാത്മാക്കളുണ്ട്. ധ്രുവ, നിത്യന്മാരും സർവകഥ എങ്ങും വ്യാപിച്ചവരും യതീസു ആയി ഭവിക്കുകയാണെങ്കിൽ, അപ്പൊ ജീവാത്മാക്കൾ ഭഗവാനെ പോലെ തന്നെ എങ്ങും വ്യാപിച്ചിരുന്ന് നിത്യനായി ഭവിച്ചാൽ എന്ത് ചെയ്യും? തർഹി, എന്നാൽ ശാസ്യദാന, ശാസിക്കാൻ യോഗ്യന്മാരാവൂ എന്നുള്ള അവസ്ഥ ഭവിക്കുകയില്ല. ഇപ്പൊ ജീവാത്മാക്കൾ അസംഖ്യരും നിത്യരും സർവഗതരും ആണെങ്കിൽ അവയെ ശാസിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനും ഒരു ഈശ്വരൻ ഇല്ലാതെയായി വരും. എല്ലാ ജീവാത്മാക്കളും ആ ബ്രഹ്മത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അപ്പൊ ബ്രഹ്മത്തിൽ നിന്നുണ്ടാകുന്നത് അതും ശാശ്വതമാണ്, നിത്യനാണെങ്കിൽ പിന്നെ ശാസിക്കാൻ അവിടെ ആരുമില്ലല്ലോ, എല്ലാം പിന്നെ ശാസിക്കുന്നവരായി പോകൂലേ. അപ്പൊ അതിന് തുല്യമായി ഈശ്വരൻ ഇല്ലാതെ വരും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നില്ല. അതാണ് പറഞ്ഞിരിക്കുന്നത്. നിയമന, ഇത് അത് ഹേതുവായിട്ട് നിയമം ഭവിക്കുന്നില്ല, അങ്ങനെ സംഭവിക്കുന്നില്ല. ഇതരതാ സ്യാത്, ഇതര പ്രകേരണ, അതായത് അവ അങ്ങനെ ഭവിക്കുന്നെങ്കിലും അത് ഭഗവാന്റെ അംശം മാത്രമാണ്. യാതൊന്ന് എന്മയം അജനി, അത് മായാസംബന്ധമായി ജനിച്ചു, അവിമുച്യ വിടാതെ സമമായിരിക്കുന്ന യാതൊന്ന് അനുജാനതാം, അറിഞ്ഞവർക്ക് മതദുഷ്ടതയാ, ജ്ഞാനദോഷം ഹേതുവായിട്ട് അമതം അറിയപ്പെടുന്നതല്ലാതായി ഭവിക്കുന്നു. അത് നിയന്ത്രഭവേ, നിയന്താവായി ഭവിക്കുന്നു. അതായത് മായയാകുന്ന ഉപാധി കൊണ്ട് അവർ ശരീരം എടുക്കുന്നു, സംസാരത്തിൽ മുങ്ങിക്കിടക്കുന്നു. മായ കൊണ്ട് അവർ സംസാരത്തിൽ മുങ്ങിക്കിടക്കുന്നു. കരുണാമയനായ ഭഗവാൻ എന്ത് ചെയ്യുന്നു? ജീവാത്മാക്കളുടെ ആ അവിദ്യയെ നശിപ്പിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? പൂർണ്ണമായ സച്ചിദാനന്ദമായി ഭവിക്കുന്നു. അപ്പോ അവർ എന്ത് ചെയ്യുന്നു? അവർക്ക് അങ്ങനെ മുക്തി ലഭിക്കും. അപ്പൊ ഭഗവാനും അവരും ഒന്നായി തീരും. അപ്പൊ ജനിക്കുമ്പോൾ അവർക്ക് എന്താണ്? മായാബന്ധമുള്ളതുകൊണ്ട് സംസാരത്തിൽ കിടന്ന് ഭ്രമിക്കും. പിന്നെ നേരത്തെ പറഞ്ഞ ഗുരുപദേശം മൂലം താനും ഭഗവാനും ഒന്നാണ്, തത്വമസി എന്ന അവസ്ഥയിലെത്തുമ്പോൾ രണ്ടും ഒന്നായിട്ട് ഭവിക്കും. അപ്പോൾ മാത്രമേ ഭഗവാനിൽ ലയിക്കുള്ളൂ. അല്ലെങ്കിലോ വീണ്ടും വീണ്ടും ശരീരം എടുത്തെടുത്ത് ഇരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ജീവാത്മാക്കളെ ശാസിച്ച് അവരുടെ അവിദ്യയെ കാരുണ്യമുള്ള ഭഗവാൻ എന്ത് ചെയ്യുന്നു? ഭഗവാന്റെ കാരുണ്യാതിരേകത്താൽ അവിദ്യയെ നശിപ്പിച്ച് അവരുടെ നേതാവായിരിക്കുന്നത് ഭഗവാൻ തന്നെയാണ്. ഈ ജീവാത്മാക്കൾ അവിദ്യ സംബന്ധരാണ്. അപ്പൊ ഭഗവാൻ അവരുടെ അവിദ്യയെ ഇല്ലാതാക്കുന്നു. ഭഗവാൻ അവരെ ശാസിച്ചു. അതുകൊണ്ടാണ് ഭഗവാനെ നിയന്താവെന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ നിയന്താവ് ആര് തന്നെയാണ്? ഭഗവാൻ തന്നെയാണ്. അപരിമിത ധ്രുവാതനുവൃതോ യതി സർവഗത തർഹിന ശാസ്യതേതി നിയമോ ധ്രുവ നേതരത അജനിചയന്മയം തദ അവിമുച്യ നിയന്ത്രി ഭവേത് സമം അനുജാനതാം യതമതം മതദുഷ്ടതയാം. ശ്ലോകം 31.
ന ഘടത ഉദ്ഭവ പ്രകൃതി പുരുഷയോ രജയോ ഉഭയയുജാ ഭവന്തി അസുഹൃദോ ജലബുദ്ബുദവത് ത്വയിതൈമേ തതോ വിവിധ നാമ ഗുണൈ പരമേ സരിതൈവാർണവേ മധുനി ലില്ലുർ അശേഷ രസാം. ന ഘടത ഉദ്ഭവ പ്രകൃതി പുരുഷയോ അജയോ ഉഭയ യുജ ഭവന്തി അസുഭൃത ജലബുദ്ബുദവത് ത്വയി തൈമേ തതഃ വിവിധ നാമഗുണൈഃ പരമേ സരിത ഇവ അർണവേ മധുനി ലില്ലുഹു അശേഷ രസ. അജയയോഹോ ജനിക്കാത്തവരായ പ്രകൃതി പുരുഷയോ, മായയുടെയും ആത്മാവിന്റെയും ഉത്ഭവം. അപ്പൊ പ്രകൃതി പുരുഷൻ അവര് ജനിക്കാത്തവരാണ്. ഉത്ഭവ ന ഘടേ, അത് ചേരുന്നില്ല. ഉഭയയുജ രണ്ടിന്റെയും ചേർച്ച ഹേതുവായിട്ട് ജലബുദ്ബുദവത് നീർപ്പോളകളെ പോലെ അസുഹൃത പ്രാണികൾ ഭവന്തി ഭവിക്കുന്നു. അപ്പോ ജലത്തിൽ ഇങ്ങനെ കുമിളകൾ ഉണ്ടാകുന്നത് പോലെ ഇഷ്ടംപോലെ പ്രാണികൾ ഭവിക്കും. എങ്ങനെ? ആ മായയുടെയും ഭഗവാന്റെയും ചേർച്ച മൂലമാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്. ഭഗവാൻ അജൻ ആണ്, ജനിക്കാത്തവനാണ്. അപ്പൊ ആ ജനിക്കാത്തവന് വീണ്ടും ജനനം ഉണ്ടാവുമോ? ഇല്ല. അപ്പൊ ഭഗവാൻ അല്ല ഇതായിട്ട് ഭവിക്കുന്നത്, ഭഗവാന്റെ മായയിൽ നിന്നാണ്, ഭഗവാന്റെ ഈക്ഷണം കൊണ്ട് മായയിൽ നിന്നാണ്. പക്ഷെ ഭഗവാന്റെ സാന്നിധ്യം അവിടെ വേണം, രണ്ടുപേരുടെയും ചേർച്ച വേണം. എങ്കിലേ, അതായത് അതന്നെയാണ് ജലബുദ്ബുദത. അതായത് കാറ്റ് മാത്രം അടിച്ചാൽ കുമിളം ഉണ്ടാവൂല. ജലത്തിൽ കാറ്റടിക്കുമ്പോൾ അതിൽ ചെറിയ ജലബുദ്ബുദങ്ങൾ എന്ന് പറയും, അതായത് കുമിളകൾ, നീർപ്പോളകൾ ഉണ്ടാകുന്നു. അപ്പോൾ വെറും കാറ്റുണ്ടെങ്കിൽ നീർപ്പോളം ഉണ്ടാവുമോ? ഇല്ല. വെറുതെ ജലം ഉണ്ടാവുമോ? ഇല്ല. അപ്പോൾ കാറ്റും കൂടെ വേണം. അപ്പോൾ ഇങ്ങനെ നിരപത പോലെ ഇങ്ങനെ കിടക്കുമല്ലോ കുമിളകളായിട്ട് ജലത്തിൽ, സമുദ്രത്തിലും പിന്നെ വലിയ കുളത്തിൽ ഇങ്ങനെയൊക്കെ ഉള്ളിടത്ത് ഇങ്ങനെ കാറ്റടിക്കുമ്പോൾ അതിൽ ജലങ്ങൾ കുമിളായിട്ട് വരും. അതാണ് നീർപ്പോളകൾ എന്ന് പറയുന്നത്. അപ്പോൾ കാറ്റും ജലവും കൊണ്ട് ചേർച്ച കൊണ്ടാണ് നീർപ്പോള ഉണ്ടാകുന്നത്. അതുപോലെ പ്രാണികൾ ഉണ്ടാവണമെങ്കിൽ ഭഗവാന്റെയും മായയുടെയും, മായയ്ക്ക് പ്രകൃതി എന്ന് പറയും, പ്രകൃതിയും പുരുഷന്റെയും ചേർച്ച കൊണ്ടാണ് സൃഷ്ടികൾ ഉണ്ടാകുന്നത്. അത് ഹേതുവായിട്ട് പരമേ ഉപാധിരഹിതമായിരിക്കുന്ന തൊയ് അങ്ങയിൽ ഇമേ ഇവർ, അതായത് പ്രാണികൾ, വിവിധ നാമഗുണങ്ങളോടുകൂടി മധുനി തേനിൽ അശേഷരസ ഇവ സകല പുഷ്പരസങ്ങൾ പോലെയും അർണവൈ സമുദ്രത്തിൽ സരിത ഇവ നദികൾ പോലെയും ലില്ലുഹു ലയിച്ചു. അപ്പൊ പരമാത്മാവിൽ നിന്ന് ജീവാത്മാക്കൾ ജനിക്കുന്നുവെങ്കിൽ അതെങ്ങനെയായിരിക്കണം? അത് മായയുടെയും കൂടെ ചേർച്ച വേണം. പ്രകൃതി പുരുഷന്മാർ രണ്ടുപേരും ജന്മം കൂടാത്തവരാണെന്ന് പറയും. അപ്പൊ അതുകൊണ്ട് ജീവാത്മാക്കൾ അവയിൽ നിന്ന് എങ്ങനെ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ അവയുടെ ഐക്യം, ചേർച്ച കൊണ്ട്. ഇപ്പൊ കാറ്റടിക്കുമ്പോൾ വെള്ളത്തിൽ നിന്ന് നീർക്കുമിളകൾ ഉണ്ടാകുന്നത് പോലെ ഭഗവാന്റെ സാന്നിധ്യം കൊണ്ട് മായയിൽ നിന്നാണ് ഈ ജീവാത്മാക്കൾ ഉണ്ടാകുന്നത്. അത് വേറൊരു ഉദാഹരണം പറഞ്ഞിരിക്കുന്നത് സരിത ഇവാർണവേ. സരിത നദികൾ എവിടെ പോകും? സമുദ്രത്തിൽ ചെന്ന് ചേരുന്നു. അതുപോലെ മധുനി ലില്ലുർ അശേഷരസ, തേനിൽ അശേഷരസ ഇവ സകല പുഷ്പരസങ്ങൾ എന്ന പോലെ. അപ്പൊ തേനിൽ പുഷ്പരസങ്ങൾ ചേരുമ്പോഴാണ് തേന്. അപ്പൊ തേനിൽ പുഷ്പരസങ്ങൾ ചേരും പോലെ, സമുദ്രത്തിൽ നദികൾ ചേരും പോലെ, ആ പ്രളയത്തിൽ, സുഷുപ്തിയിലും പ്രളയത്തിലും ഇവ ലയിക്കുന്നു. സുഷുപ്തിയാകുമ്പോഴും ലയനമാണ്. അതുപോലെ പ്രളയത്തില് ഇതെല്ലാം ഭഗവാനിൽ ലയിക്കുന്നു. അപ്പൊ അനേകം പുഷ്പങ്ങളിൽ നിന്നെടുത്ത ആ രസമാണ് തേൻ. അപ്പൊ ആ പുഷ്പരസം തേന് ആകുന്നു.
അപ്പൊ ഇന്ന പുഷ്പത്തിൽ നിന്നാണ് വന്നത് ഈ തേനെന്ന് പറയാൻ പറ്റൂല. എല്ലാ പുഷ്പത്തിന്റെയും അപ്പൊ ആ തേനിൽ ആ പ്രത്യേകത കാണൂല, ഇന്ന പുഷ്പത്തിന്റെ തേനാണ് എന്നുള്ളത് അത് കാണുകയില്ല. എങ്കിലും സാമാന്യ രസം അതിലുണ്ട്. പുഷ്പരസങ്ങൾ തേനിലെന്ന പോലെ ജീവാത്മാക്കൾ ഭഗവാനിൽ ലയിക്കുന്നു. ഘടത ഉദ്ഭവ പ്രകൃതിപുരുഷയോ രജയോ ഉഭയയുജാഭവന്ത്യ സുഹൃദയോ ജലബുദ്ബുദവ ത്വയിതൈമേ തതോ വിവിധ നാമഗുണൈ പരമേ സരിതൈവാർണവേ മധുനിലില്ലുർ അശേഷരസാം. ശ്ലോകം 32. നൃഷുതവമായയാ ഭ്രമം അമീഷു അവഗത്യ വൃശം ത്വയി സുധിയോ ഭവേദതി ഭാവമനുപ്രഭവം കഥമനുവർത്തതാം ഭവഭയം തവ യത്ഭൃഗുഡീ സൃജതി മുഹുസ്തൃണേമിവിർ അഭവത് ശരണേഷു ഭയം. നൃഷു തവ മായയാ ഭ്രമം അമീഷു അവഗത്യ വൃശം ത്വയി സുധിയഃ അഭവേ ദദതി ഭാവം അനുപ്രഭവം. സുധിയ ശോഭന ബുദ്ധിയുള്ളവർ അമീഷു നൃഷു ഈ നരന്മാരിൽ തവ അങ്ങയുടെ മായഹേതുവായുള്ള ഭ്രമത്തെ അപഗത്യ അറിഞ്ഞിട്ട് ബുദ്ധിയുള്ളവർ അറിയും. അത് മായാഭ്രമമാണ് നമുക്കുണ്ടാകുന്നതെന്ന് ബുദ്ധിയുള്ളവർ അതറിഞ്ഞിട്ട് അപവേ സംസാരത്തോട് കൂടാത്ത തൊയ് നിന്തിരുവടിയിൽ അനുഭവം പിന്നെയും പിന്നെയും ഉത്കർഷത്തോടുകൂടി ഭാവം ഭക്തിയെ വൃശം ഏറ്റവും ദദതി ധരിക്കുന്നു. അപ്പൊ നമുക്ക് മായാഭ്രമമാണെന്നറിഞ്ഞ് ഭഗവാന്റെ പാദഭക്തി ഉണ്ടാകുമ്പോൾ ആ മായാഭ്രമം ഇല്ലാതാകും. നിന്തിരുവടിയെ അനുവർത്തത സേവിക്കുന്നവർക്ക് ഭവഭയം സംസാരഭീതി കഥം എങ്ങനെ ഭവിക്കും? യാതൊന്ന് ഹേതുവായിട്ട് തവ അങ്ങയുടെ ഭൃഗുടി ഭ്രൂഭംഗമായിരിക്കുന്ന തൃണേമി 3 ചക്രങ്ങളോട് കൂടിയത്, അതായത് കാലത്തിനെയാണ് പറയുന്ന ചക്രം, ശീതം ഉഷ്ണം വർഷം എന്ന 3 ചക്രധാരകളോടുകൂടിയ അതാണ് കാലം. കാലം അഭവത് ശരണേഷു അങ്ങയുടെ ശരണം പ്രാപിക്കാത്തവരിൽ ഭയം പേടിയെ മുഹു പിന്നെയും പിന്നെയും സൃജതി ഉണ്ടാക്കുന്നു. അപ്പൊ ഭഗവാനെ ശരണം പ്രാപിക്കാത്തവർക്ക് ഈ കാലം എന്ത് ചെയ്തു? വീണ്ടും വീണ്ടും പേടി ഉണ്ടാക്കുന്നു. പക്ഷെ ഭഗവാനെ ശരണം പ്രാപിച്ചവർക്ക് ആ ഭയമുണ്ടാകുകയില്ല. ശ്രീകൃഷ്ണ ത്വത്പദോപാസനം അഭയതമം എന്ന് ഭട്ടതിരിപ്പാട് പറയും. ഭഗവാന്റെ ആ പദോപാസനം അഭയതമമാണ്, ഭയം ഉളവാക്കാത്തതാണ്. അതാണ് ഇവിടെ പറയുന്നത്. നൃഷുതവമായയാ ഭ്രമമീഷു അവഗത്യ ഭൃശം ത്വയി സുധിയോ ഭവേദതി ഭാവമനുപ്രഭവം കഥമനുവർത്തതാ ഭവഭയം തവ യത്ഭൃഗുഡീ സൃജതി മുഹുസ്തൃണേമിർ അഭവത് ശരണേഷു ഭയം. ശ്ലോകം 33. വിജിത ഋഷീകവായുഭിരദാന്ത മനസ്തുരകം യായിഹ യദന്തി എന്തും അതിലോലം ഉപായഖിത വ്യസനശതാന്യത സമവഹായ ഗുരോശ്ചരണം വണിജൈവാജ സന്ധ്യകൃത കർണ ധരാജലധൗ. വിജിത ഹൃഷീക വായുഭി അദാന്ത മനഃ തുരകം യഹ ഇഹ യദന്തി എന്തും അതിലോലം ഉപായഖിത വ്യസനശതാന്യതാഹ സമവഹായ ഗുരോശ്ചരണം വണിജ ഇവാജ സന്ധ്യകൃത കർണധര ജലധൗ. അജ ജന്മരഹിത യാതൊരുത്തൻ ഗുരുവിന്റെ ചരണം പാദത്തെ സമവഹ ആശ്രയിക്കാതെ അതിലോലം ഏറ്റവും ചവലമായിരിക്കുന്ന അദാന്ത മനസ്തുരകം അടക്കമില്ലാത്ത മനസ്സാകുന്ന കുതിരയെ വിജിത ഹൃഷീക വായുഭി നല്ലവണ്ണം ജയിക്കപ്പെട്ട ഇന്ദ്രിയങ്ങളാലും വായുക്കളാലും എന്തും ഒതുക്കുവാനായിക്കൊണ്ട് യദന്തി പ്രയത്നിക്കുന്നുവോ തേ അവർ ഉപായഹിത ഉപായങ്ങളിൽ ക്ലേശിക്കുന്നവരായി വ്യസനശതാന്യത ബഹുവ്യസനങ്ങളോടുകൂടിയവരായിട്ട് അകൃത കർണധര തോണിക്കാരനില്ലാത്തവരായ വണിജ കച്ചവടക്കാർ ജലധൗ ഇവ സമുദ്രത്തിലെന്ന പോലെ ഇഹ ഇതിൽ സന്ധി വർത്തിക്കുന്നു. അപ്പൊ ഏതൊരുത്തൻ ഇന്ദ്രിയങ്ങളെയും പ്രാണാദി വായുക്കളെയും
ജയിച്ചവരാൽ കൂടി, അതായത് ചില യോഗികളുണ്ട് ഇന്ദ്രിയങ്ങളും പ്രാണങ്ങളെയൊക്കെ അടക്കിയവർ, അങ്ങനെയാണെങ്കിലും പിന്നെ ചഞ്ചലമായിരിക്കുന്ന മനസ്സാകുന്ന കുതിരയെ ശിക്ഷിച്ച് വശീകരിക്കാനായിക്കൊണ്ട് ഗുരുവിനെ ആശ്രയിക്കാതെ പ്രയത്നിച്ചാൽ അവർ ഓരോരോ ഉപായങ്ങളിൽ മാറി മാറി പ്രവർത്തിക്കുന്ന നിമിത്തം ദുഃഖത്തിന് പാത്രീഭൂതരാവും. അപ്പൊ എല്ലാം നമ്മൾ ചെയ്യാം, ഒരു ഗുരുവിന്റെ ഒരു ആവശ്യവും ഇല്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളുണ്ടല്ലോ. അപ്പൊ അവരാണെങ്കിൽ അവരവസാനം ദുഃഖത്തിന് പാത്രീഭൂതരാവുകയേ ചെയ്യുന്നുള്ളൂ. അനേക വ്യസന പരവശന്മാരായി കപ്പൽക്കാരനെ ആശ്രയിക്കാതെ കപ്പലിരുന്ന് സഞ്ചരിക്കുക എങ്ങനെയിരിക്കും? കപ്പൽക്കാരെ ഇല്ല, കപ്പലിൽ കയറിയിരുന്നാൽ മതിയോ? കപ്പൽ പോവുമോ? ഇല്ല. അതുപോലെ നിയന്ത്രിക്കാൻ ഒരു ഗുരു ഇല്ലെങ്കിൽ എങ്ങനെ പോകുമെന്നാണ് ചോദിക്കുന്നത്. അപ്പോ അങ്ങനെയാണെങ്കിൽ കപ്പലിൽ കയറിയിരുന്ന കപ്പലങ്ങ് മുങ്ങിപ്പോവും, താന്നു പോവും. അതുപോലെ സംസാര സമുദ്രത്തിൽ കിടന്ന് മുങ്ങും. ഗുരു സേവാപൂർവമായി യത്നം ചെയ്താൽ അവർ ക്ലേശമില്ലാതെ വ്യസനമില്ലാതെ സംസാര സമുദ്രത്തെ കടക്കുകയും ചെയ്യുന്നു. അപ്പൊ ഗുരു കാരുണ്യം കൂടാതെ, ഗുരുവിന്റെ അനുഗ്രഹം ഇല്ലാതെ മനസ്സമാധാനം ഒരിക്കലും സിദ്ധിക്കുകയില്ല. ചില ആൾക്കാരുണ്ട്, കുറച്ചെന്തെങ്കിലും പഠിച്ചാൽ പിന്നെ ഗുരുവിനെ തള്ളി പറഞ്ഞിട്ട് പോകും. ഗുരുവിനെ ആദരിക്കുകയില്ല മാത്രമല്ല, തള്ളിക്കൂടെ പറയും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഒരു കാലവും ഗുണം പിടിക്കൂല എന്നാണ് പറയുന്നത്. അപ്പൊ അവര് ഒരു കാലത്തും അവർക്ക് മനസ്സമാധാനം കിട്ടുകയില്ല. അതിനാൽ എന്ത് ചെയ്യണം? ഗുരുവിനെ തന്നെ ശരണം പ്രാപിക്കണം. അതാണ് പറയുന്നത്, ഗുരു ബ്രഹ്മ ഗുരു വിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരവേ നമ. അപ്പൊ ഗുരുവിനെ തള്ളിപ്പറയുന്നവർ ഒരിക്കലും രക്ഷപ്പെടുകയില്ല. ഗുരുവിന്റെ അനുഗ്രഹം ഇല്ലാതെ ജീവിതത്തിൽ ഒരിക്കലും വിജയം ഉണ്ടാവുകയില്ല. അവർക്ക് ഒരിക്കലും മനസ്സമാധാനവും ഉണ്ടാവുകയില്ല എന്നാണ് ഇവിടെ പറയുന്നത്. വിജിത ഋഷീക വായുവിരതാന്ത മനസ്തുരകം യൈഹയദന്തി എന്തും അതിലോലമുപായഖിത വ്യസനശതാന്യത സമവഹായ ഗുരോശ്ചരണം വണിജൈവാജ സന്ധ്യകൃത കർണധരാജലധവും. ശ്ലോകം 34. സ്വജനസുതാത്മധാരധന ധാമധര അസുരഥൈ ത്വയി സതിക്കും നൃണാം ശ്രയദാത്മനി സർവരസേ ഇതി സത അജാനതാം മിഥുനദോ രഥേ ചരതാം സുഖയതി കോനിഹ സ്വവിഹിതേ സ്വനിർ അസ്തഭഗേ. സ്വജന സുതധാര ആത്മധാര ധന ധാമധര അസുരഥൈ ത്വയി സതികിം നൃണാം ശ്രേയതാത്മനി സർവരസേ. സർവരസേ, സർവസുഖങ്ങളുടെ സ്വരൂപമായ ത്വയി, അങ്ങ് ക്ഷയത ആശ്രയിച്ചിരിക്കുന്നവന്റെ ആത്മനി ആത്മാവായിട്ട് സതി ഭവിച്ചിരിക്കും. ഭഗവാനെ ആശ്രയിച്ചാൽ ഭഗവാൻ അവന്റെ ആത്മാവായിട്ട് ഭവിച്ചിരിക്കും. പക്ഷെ മനുഷ്യർക്കോ നൃണാം, മനുഷ്യർക്ക് സ്വജന, അവർക്ക് സ്വജനങ്ങൾ, സുത പുത്രന്മാർ, ആത്മ ദേഹം, ധാര ഭാര്യ, ധന ധനം, ധാമ ഭവനം, ധര ഭൂമി, അസു പ്രാണങ്ങൾ, രഥൈ തേർ മുതലായ വാഹനങ്ങൾ കൊണ്ട് കിം എന്തു ഫലം. ഭഗവാനെ ആശ്രയിക്കാത്തവർക്ക് കുറെ പണമുണ്ടോ പുത്രമുണ്ടോ, അവർക്ക് നല്ല ശരീരമൊക്കെ കാണും, ശരീരമൊക്കെ മിനുക്കിക്കൊണ്ട് നടക്കും അല്ലേ, ആ വലിയ വീടുണ്ട്, കാറുണ്ട്, രഥമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ എന്താണ് കിം, എന്തു ഫലം എന്നാണ് പറയുന്നത്. ഇത് ഇപ്രകാരം സത്തിനെ അജാനത, അറിയാത്തവരും മിഥുനത മിഥുനൂഭവിച്ചിട്ട് രഥയെ മായാസുഖത്തിനായി കൊണ്ട് ചരത പ്രവർത്തിക്കുകയും ചെയ്യുന്നവരെ സ്വവിഹിതയെ സ്വവിഹതയെ സ്വതേ തന്നെ ഹനിക്കപ്പെട്ടവരായിട്ട്, സ്വവിഹതയെ സ്വയെ തന്നെ ഹനിക്കപ്പെട്ടവരായി, സ്വനിരസ്ഥഭഗേ സ്വഭാവത്താൽ തന്നെ നിരസിക്കപ്പെട്ട സാരത്തോടു കൂടിയവരായിരിക്കുന്ന ഈ സംസാരത്തിൽ, ഈ സംസാരത്തിൽ കഹാനു അർത്ഥം, ഏതൊരർത്ഥം സുഖേതി സുഖിപ്പിക്കുന്നു. അപ്പൊ ഈ വിഷയങ്ങളിൽ ഭ്രമിച്ചു കഴിയുന്നവർക്ക് എന്താണ് അവരെ സുഖിപ്പിക്കാനുള്ളത്? അപ്പൊ വിഷയങ്ങളിലുള്ള ആഗ്രഹത്തെ നമ്മൾ ഉപേക്ഷിച്ച് വൈരാഗ്യം അഭ്യസിക്കണമെന്നാണ് പറയുന്നത്. ഭഗവാന്റെ പാദകമലങ്ങളിൽ വേണം പ്രേമഭക്തി ഉണ്ടാകുന്നത്, പ്രേമം ഉണ്ടാകേണ്ടത്. അല്ലാതെ നമ്മുടെ സ്നേഹം
നമ്മ ഭാര്യമാരിലോ ധനത്തിലോ ഭവനത്തിലോ രഥത്തിലോ പിന്നെ അല്ലെങ്കിൽ വാഹനങ്ങളിലോ ആയാൽ പറ്റുകയില്ല. അപ്പൊ വിചാരശീലനായ മനുഷ്യൻ എന്ത് ചെയ്യണം? പരമാനന്ദ സ്വരൂപനും പരമാത്മാവുമായിരിക്കുന്ന ഭഗവാനെ സർവാത്മഭാവേന ഭജിക്കണം. അതാണ് ഉചിതം. അതായത് വിഷയാസക്തി വെടിയണം. വെടിച്ച് ഭഗവാനിൽ തന്നെ നമ്മുടെ മനസ്സ് അർപ്പിക്കണം. സ്വജനസുതാത്മധാരധനധാമ ധരാസു രഥൈ ത്വയി സതിക്കും നൃണാം ശയത ആത്മനി സർവരസേ ഇതി സതജാനതാം മിഥുനതോ രഥേപചരതാം സുഖായതി കോനിഹ സ്വവിഹതേ സ്വനിർഅസ്തഭഗേ. ശ്ലോകം 35. ഭുവി പുരുപുണ്യതീർത്ഥ സദനാനി ഋഷയോ വിമത സ്തൗത ഭവത്പദാംബുജഹൃദയോ അഖഭിത് അംഘ്രിജലാം ദദതി സകൃന്മനസ്ത്വയ്യ ആത്മനി നിത്യസുഖേ ന പുനർ ഉപാസതേ പുരുഷസാരഹര അവസഥാൻ. ഇവിടെ പറയുന്നു ഭുവി പുരു പുണ്യതീർത്ഥ സദനാനി ഋഷയ വിമതാഹ തേ. സ്തഹ എന്നുള്ളത് ഇവിടെ വിമതാഹ എന്നുകൊണ്ട് തേ എന്നാണ് അവിടെ വരുന്നത്. ഉദാ ഭവത് പദാംബുജ ഹൃദ അഖഭിത് അംഘ്രി ജല. അഖഭിത് അംഘ്രി ജലം ജല പാപത്തെ നശിപ്പിക്കുന്ന ഭഗവാന്റെ ആ പാദ തീർത്ഥത്തോടു കൂടിയവരായി. ഭവത് പദാംബുജഹൃദ ഭഗവാന്റെ പദാരവിന്ദത്തെ മനസ്സിൽ ഓർക്കുന്നവരായിരിക്കുന്ന ഋഷികൾ എപ്പോഴാണ് എന്താണ്? ഭഗവാന്റെ പാദോദകം പാദത്തില് കഴുകിയ തീർത്ഥം, അത് തീർത്ഥമായിട്ട് അത് പാപത്തെ നശിപ്പിക്കുന്നതാണ് അവരുടെ. അതുപോലെ ഭഗവാന്റെ പാദാംബുജത്തെ ഹൃദയത്തില് യോഗീന്ദ്രാണാം തദംഗേഷ് അധിക സുമധുരം മുക്തിഭാജാം നിവാസോ ഭക്താനാം കാമവർഷ ദ്വിതരുകിസലയം നാഥത്തെ പാദമൂലം. അപ്പൊ യോഗിമാർ അവരുടെ ഹൃദയത്തിൽ ധ്യാനിക്കുന്ന എന്താണ്? ഭഗവാന്റെ പാദമൂലം. അങ്ങനെയുള്ള ഋഷികൾ വിമത അഹങ്കാരമില്ലാത്തവരായി ഭവിക്കുന്നു. അപ്പൊ ഭഗവാന്റെ പാദതീർത്ഥത്തെ പാപത്തെ നശിപ്പിക്കുന്നു എന്ന് കരുതുന്നവരും അതുപോലെ പാതാരവിന്ദത്തെ മനസ്സിൽ ഓർക്കുന്നവരുമായ ഋഷികൾ അഹങ്കാരമില്ലാത്തവരായി ഭവിക്കുന്നു. അപ്പൊ ഈ അഹങ്കാരികൾ ആരാണ്? ഭഗവത് ചിന്തയില്ലാത്തവരാണ് ഈ അഹങ്കാരം കാണിക്കുന്നത്. ഗുരുവിലും ഭക്തിയില്ലാതെ എന്ത് കണ്ടാലും എത്ര പഠിച്ചാലും അവരുടെ അഹങ്കാരം അവർക്ക് ഒരിക്കലും ഒഴിയുകയില്ല. അഹങ്കാരികളായി തന്നെ എത്ര പഠിച്ചാലും ശരി അഹങ്കാരം മനസ്സിൽ നിന്ന് ഒഴിയുകയില്ല. അങ്ങനെയുള്ളവരെ ഒരിക്കലും രക്ഷപ്പെടുകയില്ല. എങ്കിലും ഭൂമിയിലുള്ള പുരുപുണ്യ തീർത്ഥ സദനാനീവ വളരെ പുണ്യത്തെ ഉണ്ടാക്കുന്ന തീർത്ഥസ്ഥാനങ്ങളെ തന്നെ ഉപാസിക്കുന്നു. അപ്പൊ ചിലര് പുണ്യ തീർത്ഥസ്ഥാനങ്ങളെയാണ് ഉപാസിക്കുന്നത്. യാതൊരുത്തൻ ആത്മാവായും നിത്യസുഖേ നാശരഹിതമായ സുഖസ്ഥാനമായും ഇരിക്കുന്ന തൊയ് അങ്ങയിൽ സകൃത് ഒരിക്കൽ മനസ്സിനെ ദദതി ധരിക്കുന്നു. ദേവി അവരും പുനഃ പിന്നെ പുരുഷസാരഹരാവസഥാൻ അവസഥാൻ അല്ലെങ്കിൽ അവസഥാൻ. അവിടെ അവസ എന്ന് പറഞ്ഞാൽ പുരുഷന്റെ സാരത്തെ ഹരിക്കുന്ന അവസദാനം എന്ന് പറഞ്ഞ ഗൃഹങ്ങളെ ഉപാസിക്കുന്നില്ല. അതായത് ഭഗവാന്റെ പാദകമലത്തിൽ ഒരിക്കലെങ്കിലും രസം പിടിച്ചു പോയാൽ പിന്നെ അവര് വിഷയാസക്തരാവൂല. പിന്നെ ഗൃഹങ്ങളിലോ അല്ലെങ്കിൽ പുത്രങ്ങളിലോ ഭാര്യമാരിലോ ഒന്നും കൂടുതൽ അവര് പിന്നെ അടുപ്പം കാണിക്കുകയില്ല. എന്ന് പറഞ്ഞാല് അവരിൽ തന്നെ ആസക്തരായി കഴിയാതെ ഭഗവാന്റെ പാദകമലങ്ങളെ പ്രാപിക്കുന്നു. എല്ലാത്തിലും ഭയങ്കര ചിലവരുണ്ട്, എത്ര വയസ്സായാലും ശരി ഒന്നിലും ഒരു തൃപ്തി വരില്ല, അല്ലേ? അപ്പൊ നമ്മള് മക്കളെയൊക്കെ വളർത്തണം, നമ്മുടെ സ്വധർമ്മമാണ്. മക്കളെ വളർത്തണം, അവർക്ക് പഠിപ്പിച്ച് ജോലി വാങ്ങിച്ചു കൊടുത്ത് വിവാഹമൊക്കെ ചെയ്ത് കൊച്ചുമക്കളൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അവരെ പ്രത്യേകിച്ച് വിടുക. പിന്നെ അവരവരെ രീതിയിൽ ജീവിച്ചോളും. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? പണ്ടത്തെ രാജാക്കന്മാർ ചെയ്യും പോലെ
ആ കുറെ രാജ്യമൊക്കെ ഭരിച്ചു കഴിഞ്ഞിട്ട് മക്കൾ രാജ്യഭാരം ഏൽപ്പിച്ച് അവർ പിന്നെ എന്ത് ചെയ്യും, വനത്തിലേക്ക് വാനപ്രസ്ഥത്തിന് പോകും. അപ്പൊ ഭഗവാനിൽ തന്നെ മനസ്സുറപ്പിച്ച് അവരങ്ങനെയാണ് ജീവൻ മുക്തരാകുന്നത്. നമുക്കിപ്പോ ഇപ്പോഴത്തെ സ്ഥിതിയിൽ വനത്തിലൊന്നും പോകാൻ പറ്റൂല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആ ക്രമേണ നമുക്ക് ഇങ്ങനെ ഈ മക്കളോടും വീട്ടിനോടും ഉള്ള ബന്ധം കുറച്ച് കൊണ്ടുവന്ന ആ സ്നേഹം ആരിൽ കൊടുക്കണം? ഭഗവാന്റെ പാദങ്ങളിൽ അർപ്പിക്കുക. ഭുവി പുരുപുണ്യ തീർത്ഥ സദനാനി ഋഷയോ വിമത സ്തൗത ഭവത്പദാംബുജ ഹൃദോ അഖഭിത് അംഘ്രിജലാം ദദതി സകൃന്മനസ്ത്വയിനാത്മനി നിത്യസുഖേ സ പുനരുപാസതേ പുരുഷസാരഹര അവസഥാൻ. ശ്ലോകം 36. സദാ ഇദമുത്ഥിതം സദ്ദിതി ചേത് നനു തർക്കഹതം വ്യപചരതി ക്വച മൃഷാന തഥോ ഉഭയയോക് വ്യവഹൃതയേ വികൽപ ഇഷിതോ അന്ധപരമ്പരയാ പ്രമയതി ഭാരതി ത ഒരു വൃത്തിഭിർ ഉക്തജഡാൻ. സദ ഇദം ഉത്ഥിതം സത് ഇതി ചേത് നനു തർക്കഹതം. സദഹ സത്തിൽ നിന്ന്, അതായത് ബ്രഹ്മത്തിൽ നിന്ന്, ഉത്ഥിതം ഉണ്ടായിരിക്കുന്ന ഇത് അതായത് ഈ പ്രപഞ്ചം സത്ത് ഇതി ചേത് അത് സത്തായി ഭവിക്കുന്നുവെങ്കിൽ നനു തർക്കഹതം യുക്തിയാൽ അത് ഹനിക്കപ്പെട്ടതല്ലയോ. കൊജ ചിലയിടത്ത് വ്യഭിചരിക്കുന്നു, വ്യത്യാസമായി കാണുന്നു. കൊജ ചിലയിടത്ത് മൃഷ മിഥ്യയായി ഭവിക്കുന്നു. തഥ അപ്രകാരം ഉഭയയുക് രണ്ടിലും യോജിക്കുന്നതായിട്ട് ന ഭവതി ഭവിക്കുന്നില്ല. അതായത് ഈ പ്രപഞ്ചം ബ്രഹ്മത്തിൽ നിന്ന്, ബ്രഹ്മം സത്താണല്ലോ, അപ്പൊ ബ്രഹ്മത്തിൽ നിന്നുണ്ടായതുകൊണ്ട് ഈ പ്രപഞ്ചവും സത്താണ് എന്ന് വിചാരിക്കുന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല. ചിലയിടത്ത് വ്യഭിചാരം, അതിൽ വ്യത്യാസം വരുന്നു. ആ കാരണം ഇപ്പോ ഒരു അച്ഛൻ, ഒരു പിതാവിന് പുത്രൻ ഉണ്ടാകുന്നു, പിതാവിൽ നിന്നാണ് പുത്രൻ ഉണ്ടായത് എന്ന് പറഞ്ഞ് പുത്രൻ പിതാവാണോ? അല്ല. അതുപോലെ സത്തിൽ നിന്ന് ഉണ്ടായ പ്രപഞ്ചം സത്തല്ല. ചിലയിടത്ത് ഇതുപോലെ വ്യത്യാസം ഉണ്ടാകുന്നു, ചിലയിടത്ത് വ്യതിയാനം എന്ന ദോഷമുണ്ടാകുന്നു, ചിലയിടത്ത് മൃഷത്വം എന്ന ദോഷമുണ്ടാകുന്നു. അതായത് മൃഷത്വം എന്ന് പറഞ്ഞാല് മിഥ്യ. ഇപ്പോ രാത്രി നമ്മൾ സഞ്ചരിക്കുമ്പോഴത്തേക്ക് പിന്നെ ഇരുട്ടത്ത് ലൈറ്റ് ഇല്ലെങ്കിൽ ഒരു കയറ് കിടന്നാലും അത് അയ്യോ പാമ്പെന്ന് പറഞ്ഞ് പേടിച്ചു പോകും. ലൈറ്റ് അടിച്ച് നോക്കുമ്പോഴോ അത് പാമ്പല്ല, കയറാണെന്ന് നമുക്ക് മനസ്സിലാവും. ഇപ്പൊ കയറിൽ പാമ്പ് എന്നുള്ള ആ ചിന്ത അത് മൃഷം, തെറ്റായ ചിന്തയാണ്. അപ്പൊ അത് അവിദ്യ മൂലമാണ് അത് ഉണ്ടാകുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. വ്യഭചരതി കൊച മൃഷ തതോ ഉഭയയുക്. അപ്പൊ ചിലയിടത്ത് ഇതുപോലെ വ്യത്യാസം, ചിലയിടത്ത് അത് മൃഷ. അപ്പൊ സ്വപ്നത്തില് നമ്മൾ പലതും കാണും. അപ്പോഴത് നമുക്ക് സത്യമായിട്ട് തോന്നും. ഉണർന്നു കഴിയുമ്പോഴത് സത്യമാണോ? അല്ല. അതുപോലെയാണ് ഇത്. ഇനി വ്യവഹൃതയെ വികൽപ ഇഷിതോ അന്ധ പരമ്പരയാ പ്രമയതി ഭാരതീത ഒരു വൃത്തിഭിർ ഉരുക്ത ജഡാൻ. വ്യവഹൃതയെ വ്യവഹാരത്തിനായിക്കൊണ്ട് അന്ധപാരമ്പര്യം ഹേതുവായിട്ട് വികൽപ്പം, ഭ്രമം, ഇഷിത ഇഷ്ടം തന്നെ, തേ നിന്തിരുവടിയുടെ ഭാരതി വാക്കായ വേദം ഉരുവൃത്തിഭി ഉർവികളായ അനേകം വൃത്തികൾ കൊണ്ട്, അതായത് പദങ്ങൾക്ക് പദാർത്ഥങ്ങളോടുള്ള സംബന്ധം കൊണ്ട്, ഉക്തജടാൻ കർമ്മങ്ങളിലുള്ള ശ്രദ്ധയുടെ ആധിക്യത്താൽ, പൂർവ അപരങ്ങളെക്കുറിച്ച് ചിന്തിക്കാനുള്ള ശക്തിയില്ലാത്തവരെ കർമ്മശ്രദ്ധ നിമിത്തം ആലോചനാശക്തി കുറഞ്ഞ ജനങ്ങളെ പ്രമേയതി മോഹിപ്പിക്കുന്നു. അതായത് ഇവിടെ ഭാരതി, നിന്തിരുവടിയുടെ ഭാരതി വാക്ക്, ഭഗവാന്റെ വാക്കാണല്ലോ വേദം. അപ്പൊ വേദത്തിൽ പറഞ്ഞിരിക്കുന്നത് പുണ്യകർമ്മങ്ങൾ ചെയ്താൽ സ്വർഗം കിട്ടും. അപ്പൊ അത് എന്തിനാണ് പറഞ്ഞിരിക്കുന്നത്? അപ്പൊ ആളുകളെ കൊണ്ട് സൽക്കർമ്മം ചെയ്യിപ്പിക്കാനാണ്. അപ്പൊ നല്ല കർമ്മം ചെയ്യുന്നവർക്കേ സ്വർഗം കിട്ടൂ, അല്ലാതെ നീചകർമ്മം ചെയ്യുന്നവർക്ക് നരകം കിട്ടും. 28 നരകവും ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ എന്തിനാണ് പറഞ്ഞിരിക്കുന്നത്?
അപ്പം ചീത്ത കാര്യങ്ങൾ ചെയ്യരുത്, നല്ല കാര്യങ്ങൾ വേണം ചെയ്യാൻ. അതിനു വേണ്ടിയാണ് വേദങ്ങൾ പറയുന്നത്. അതാണ് ഭഗവാന്റെ വാക്ക്. അനേകങ്ങളായ വാക്കുകള് ആ പദാർത്ഥങ്ങളുടെ സംബന്ധത്തെ കൊണ്ട് കർമ്മങ്ങളുടെ ശ്രദ്ധയുടെ ആധിക്യത്താൽ പൂർവാപരങ്ങളെക്കുറിച്ച് ചിന്തിക്കാനുള്ള ശക്തി ഇല്ലാത്തവരെ കർമ്മശ്രദ്ധ നിമിത്തം ആലോചനാ ശക്തി കുറഞ്ഞ ജനങ്ങളെ പ്രമേയതി മോഹിപ്പിക്കും. ആലോചനാ ശക്തി കുറഞ്ഞവരെന്ത് അയ്യോ ഇതിപ്പോ ഇങ്ങനെ ആയാൽ നമുക്ക് സ്വർഗം കിട്ടൂല, നമ്മൾ നരകത്തിൽ പോകും എന്ന് പറഞ്ഞ് അവരെ കൊണ്ട് നല്ല കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കുന്നു. അപ്പൊ അതിനാണ് ഈ വേദത്തിൽ ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത്. സദൈതമുദ്ധിതം സതിഥി ചേന്നനു തർക്കഹതം വ്യപചരതി ക്വച മൃഷാന തഥോഭയോ വ്യവഹൃതയേ വികൽപ ഇഷിതോന്ത പരമ്പരയാ പ്രമയതി ഭാരതീത ഒരു വ്യക്തിഭിർ ഉക്തജടാൻ. ശ്ലോകം 37. ന യദിതമഗ്ര ആസ ന ഭവിഷ്യത് അതോ നിതതാ അനുമിതമന്തര ത്വയി വിഭാതി മൃഷൈകരസേ അത ഉപമീയതേ ദ്രവിണജാതി വികൽപപഥൈർ വിധനത മനോവിലാസം ഘൃതം ഇത്യ അവയന്തി അബുധാം. ന യദിദം അഗ്ര ആസ ന ഭവിഷ്യത് അതഃ നിദതാത് അനുമിതമന്തര ത്വയി വിഭാതി മൃഷൈകരസേ അത ഉപമീയതേ ദ്രവിണജാതി വികൽപപഥൈഃ വിധനത മനോവിലാസം ഘൃതം ഇതി അവയന്തി അബുധാഹ. ന യത് ഇതം അഗ്ര, യാതൊന്ന് ഹേതുവായിട്ട് ഇത് പ്രപഞ്ചം അഗ്രേ സൃഷ്ടിക്ക് മുമ്പ് സംഭവിച്ചിട്ടില്ല. അപ്പൊ സൃഷ്ടിക്ക് മുമ്പ് ആരെ ഉണ്ടായിരുന്നുള്ളൂ? ഭഗവാനെ ഉണ്ടായിരുന്നുള്ളൂ. ഈ പ്രപഞ്ചം ഉണ്ടായിരുന്നില്ല. നിധതാത് പ്രളയത്തിൽ നിന്നും അനന്തരം ന ഭവിഷ്യത്, ഭവിക്കുകയില്ല. പ്രളയം കഴിഞ്ഞ ഉടനെ ഭഗവാൻ വിചാരിച്ചില്ലെങ്കിൽ സൃഷ്ടി നടക്കൂല. അപ്പൊ പ്രളയത്തിന് മുമ്പേ സൃഷ്ടിക്ക് മുമ്പേ പ്രളയമായിരുന്നു. അപ്പൊ സൃഷ്ടിക്ക് മുമ്പേ ഇത് ഭവിച്ചിട്ടില്ല, പ്രളയത്തിന് ശേഷവും ഭവിക്കുകയുമില്ല. തതഹ അത് ഹേതുമായി അന്തര മധ്യത്തിൽ ഏകരസെ കേവലനായിരിക്കുന്ന തൊയ് അങ്ങയിൽ മൃഷാവിഭാതി മിഥ്യയായിട്ട് ശോഭിക്കുന്നു. അപ്പൊ ആദ്യം നേരത്തെ അഹമ ഏവാസം ഏവാഗ്രേ എന്ന് ഭഗവാൻ പറയും. ഞാൻ സൃഷ്ടിക്ക് മുമ്പ് ഉണ്ടായിരുന്നു, സൃഷ്ടിക്ക് മുമ്പ് ഭഗവാൻ ഉണ്ടായിരുന്നുള്ളൂ, സൃഷ്ടിക്ക് ശേഷവും ഭഗവാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇടയിലുള്ള കാലം ഉണ്ടല്ലോ, അപ്പോഴും മാത്രമേ ആ സൃഷ്ടി നിലനിൽക്കുകയുള്ളൂ. അപ്പൊ ഭഗവാനിൽ നിന്ന്, ഭഗവാന്റെ ഈക്ഷണം കൊണ്ട് മായയിൽ നിന്ന് സൃഷ്ടി ഉണ്ടാകുന്നു. അപ്പൊ അത് കുറെ കാലത്ത് ഈ സൃഷ്ടി ഉണ്ടാകും. പിന്നെ വരുന്നത് പ്രളയമാണ്. ഈ പ്രളയത്തിൽ എന്ത് ചെയ്യും? ഈ സൃഷ്ടി അതില് ലയിക്കും. അപ്പൊ ആ പ്രളയത്തിലെല്ലാം, അതായത് ഭഗവാനിൽ ലയിക്കും. അപ്പൊ പിന്നെ സൃഷ്ടിയില്ല. അപ്പൊ സൃഷ്ടിക്ക് മുമ്പും ഇല്ല, പ്രളയത്തിന് ശേഷവും ഭഗവാൻ വിചാരിച്ചാലേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ ഇടയിലുള്ള കാലത്ത് മധ്യത്തിൽ മിഥ്യയായിട്ട് ശോഭിക്കുന്നു. അപ്പോൾ എന്നും നിലനിൽക്കുന്നതിന് മാത്രമേ സത്തെന്ന് പറയുള്ളൂ. അപ്പൊ ഇത് നേരത്തെ ഇല്ല, പിന്നീടുമില്ല. അപ്പൊ ഇടയിൽ ശോഭിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതെന്തെന്ന് ഇതി അനുമിതം എന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. അതഹ ഇത് ഹേതുവായി ദ്രവിണജാതി വികൽപപദേ ദ്രവ്യജാതികളുടെ ഭേദങ്ങളെ സംബന്ധിച്ചുള്ള സമ്പ്രദായം കൊണ്ട് ഉപമിക്കപ്പെടുന്നു. അതായത് മണ്ണില്ലെങ്കിൽ കുടവുമില്ല, ആ മണ്ണ് കൊണ്ടുള്ള ഉപകരണങ്ങളുമില്ല. ഈ കുടവും മറ്റ് ഉപകരണങ്ങളും പൂജ അതുപോലത്തേതൊക്കെ അത് ഉടഞ്ഞു പോയാല പിന്നെ മണ്ണ് മാത്രമേ ഉള്ളൂ. അതുപോലെ ബ്രഹ്മമില്ലെങ്കിൽ പ്രപഞ്ചമില്ല, ബ്രഹ്മത്തിൽ നിന്നാണ് പ്രപഞ്ചം ഉണ്ടാകുന്നത്. അതുപോലെ സ്വർണമില്ലെങ്കിൽ സ്വർണ്ണാഭരണമില്ല. അതാണ് ഇവിടെ ദ്രവ്യജാതി സംബന്ധത്തെ സമ്പ്രദായം കൊണ്ട് ഉപമിക്കപ്പെട്ടിരിക്കുന്നു. വിധത മനോവിലാസം അസത്യമായിരിക്കുന്ന മനോവിലാസത്തെ ഘൃതമിതി സത്യമെന്ന് അവദന്തി യാതൊരുത്തൻ അറിയുന്നു. അതായത് മനോവിലാസം നമ്മൾ സ്വപ്നം കാണുന്നു, സ്വപ്നം കാണുമ്പോൾ അത് സത്യമായിട്ട് തോന്നുന്നു, ആ ഉണരുമ്പോഴോ അത് സത്യമല്ല. അതുപോലെ ഉള്ളൂ ഈ പ്രപഞ്ചവും. അവർ അബുധ, അവരങ്ങനെ വിചാരിക്കുന്ന ആരാണ്? അവിദ്വാന്മാരാണ്, അവര് അബുധന്മാരാണ്, വിഡ്ഢികളാണ് എന്ന് പറയുന്നതാണ്. നായതിതമഗ്ര ആസന ഭവിഷ്യത് അതോ നിധനാത് അനുമിതമന്തരാ ത്വയി വിഭാതി മൃഷൈകരസേ
അത ഉപമീയതേ ദ്രവിണജാതി വികൽപവതൈർ വിധതത് മനോവിലാസം ഹൃദം ഇത്യ അവയന്തി അബുധാം. ശ്ലോകം 38. സയതജയാ തു അജയാം അനുശയീത ഗുണാം ച ജുഷൻ ഭജതി സരൂപതാം തദനു മൃത്യുമവേദഭഗാ ത്വമുദജഹാസിതാം അഹരിർ ഇവ ത്വജം ആത്തഭഗോ മഹസി മഹീയസേ അഷ്ടഗുണിതേ അപരിമേയ ഭഗാം. സഹ യത് അജയ തു അജ അനുശയീത ഗുണാശ്ച ജുഷോൻ. സഹ തു അവനാകട്ടെ, അതായത് ഈ ജീവാത്മാവാകട്ടെ, യത് യാതൊന്ന് ഹേതുവായിട്ട് അജയ മായ ഹേതുവായിട്ട് അജാം അവിദ്യയെ അനുശീയത ആലിംഗനം ചെയ്യും. അപ്പൊ ജീവാത്മാക്കൾ മായാബന്ധനം കാരണമായിട്ട് എന്ത് ചെയ്യുന്നു? അവിദ്യയെയാണ് ആലിംഗനം ചെയ്യുന്നത്. തതഹ അത് ഹേതുവായിട്ട് ഗുണങ്ങളെയും തതനു അനന്തരം സരൂപതാം ച സമാന രൂപത്തോടു കൂടിയവനായി എന്നുള്ള അവസ്ഥയെയും ജുഷൻ സേവിക്കുന്നവനായി അഭേദഭഗ ആനന്ദരഹിതമായിട്ട് മൃത്യു സംസാരത്തെ ഭജതി പ്രാപിക്കുന്നു. ആത്തഭഗ സ്വീകരിക്കപ്പെട്ട ഐശ്വര്യത്തോടുകൂടിയ ത്വം ഉദ നിന്തിരുവടിയാകട്ടെ അഹി സർപ്പം ത്വജ ഇവ തോലിനെ എന്ന പോലെ താം അതിനെ അജയെ ജഹാസി ഉപേക്ഷിക്കുന്നു. അപരിമേയ ഭഗ ഇത്രയുണ്ടെന്ന് പരിച്ഛേദിക്കാൻ കഴിയാത്ത ഐശ്വര്യത്തോടു കൂടിയ ത്വം അങ്ങ് അഷ്ടഗുണിതേ 8 വിധത്തിലിരിക്കുന്ന മഹസി ഐശ്വര്യത്തിൽ മഹീയസെ പൂജിക്കുന്നു. അപ്പോൾ ഭഗവാനാണെങ്കിലോ 8 വിധ ഐശ്വര്യം ഏതൊക്കെയാണ്? അഷ്ടൈശ്വര്യങ്ങൾ: അണിമ മഹിമ, ഗരിമ ലഘിമ, ഈശിത്വം വശുത്വം, പ്രാകാശ്യം പ്രാകാമ്യം. അങ്ങനെ ഐശ്വര്യങ്ങളോടുകൂടി ഭഗവാൻ വിലസുന്നു. എന്നാൽ ഇതാണെങ്കിലോ ജീവാത്മാവ് മായാബന്ധം ഹേതുവായിട്ട് അതിൽ കിടന്ന് മായ ബന്ധനത്തിൽ അകപ്പെടുന്നു. അവിദ്യാബന്ധമായ ജീവൻ ഗുണങ്ങളെ സേവിക്കുന്നു. അങ്ങനെ മായയാൽ ബന്ധിച്ച് സംസാരത്തിൽ കിടന്ന് ഉഴലുന്നു. എന്നാൽ ഭഗവാനാണെങ്കിലോ പാമ്പ് പടം പൊഴിക്കുന്നത് പോലെ, അതാണ് ഇവിടെ അഹി സർപ്പം ത്വജ ഇവ, സർപ്പം തോലിനെ എന്ന പോലെ. പാമ്പ് എന്ത് ചെയ്യും? കുറെ ഇതാകുമ്പോൾ അതിന്റെ ആ തോലിനെ ഉപേക്ഷിച്ചിട്ടിട്ട് പോകും. പാമ്പിന്റെ പടം പൊഴിക്കണം എന്ന് പറയും, അല്ലെ? അതിന്റെ പുറം തോല് അങ്ങ് കളയും. അതുപോലെയാണ് ഭഗവാൻ എന്ത് ചെയ്യുന്നു? മായയെ കൈവിട്ടിട്ട്, അപ്പൊ മായയുടെ സഹായത്താൽ സൃഷ്ടി നടത്തി മായാബന്ധമല്ല ഭഗവാന്, കൈവിട്ടിട്ട് അണിമാതി ഐശ്വര്യങ്ങളോടുകൂടി ഭഗവാൻ വിലസുന്നു. അപ്പൊ അതിന് ഉപനിഷത്തില് ഒരു ശ്ലോകമുണ്ട്. ദ്വാസുവർണ സയുജാ സഖായ സമാന വൃക്ഷം പരിഷ്വജാതേ തയോരന്യ പിപ്പലം സ്വാദത്തി അനശ്നന്യോ അഭിചാകശീതി. കഠോപനിഷത്താണെന്ന് തോന്നണം. ദ്വാസുവർണ സയുജാ സഖായ, ഒരു വൃക്ഷത്തിൽ, അത്തിവൃക്ഷത്തില് 2 പക്ഷികൾ, ഒരേ ജാതിയുള്ള 2 പക്ഷികൾ. ഒന്ന് എന്ത് ചെയ്യുന്നു? മുകളിലിരിക്കുന്നു. ഒന്ന് താഴെ ഇരുന്ന് തയോർ അന്യക പിപ്പലം സ്വാദ് അശ്നൻ, പിപ്പലം അതിന്റെ അത്തിപ്പഴം ഭക്ഷിച്ച് രസിച്ചിരിക്കുന്നു. എന്നാൽ മുകളിലിരിക്കുന്ന പക്ഷിയോ മിണ്ടാതെ സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ അത് നല്ല പ്രസന്ന ചിത്തനായിരിക്കുന്നു. പക്ഷെ മറ്റേ പക്ഷിയോ വിഷയാസക്തനായിട്ട് ഇങ്ങനെ കഴിച്ച് ഇരിക്കുന്നു. അതാണ് ഇവിടെ ഇത്. അതിപ്പോ ആ മുകളിലിരിക്കുന്ന പക്ഷി പരമാത്മാവ് പ്രസന്നനായിരിക്കുന്നു, ഒരു വിഷയത്തിലും ഏർപ്പെടുന്നില്ല. മറ്റതാണെങ്കിലോ വിഷയാസക്തനായി പഴം തിന്ന് രസിച്ച് അവിടെ കഴിയുകയാണ്. അതാണ് ജീവാത്മാവ്. അപ്പൊ ജീവാത്മാവ് അങ്ങനെയാണ്. പരമാത്മാവ് ഇതിലൊന്നിലും ബന്ധപ്പെടാതെ പക്ഷെ എപ്പോഴും ആനന്ദമയനായിരിക്കുന്നു. അപ്പൊ ആത്മാവിൽ തന്നെ രമിക്കുന്നു എന്നുള്ളതാണ്. സയതജയ ത്വജാം അനുശയീത ഗുണാം ച ജുഷൻ ഭജതി സരൂപതാം തദനു മൃത്യും അപേദഭഗ ത്വമുദജഹാസി ത്വമഹരിവ ത്വജം മാത്തഭഗോ മഹസി മഹീയസേ അഷ്ടഗുണിതേ അപരിമേയ ഭഗാം.
അടുത്ത ശ്ലോകം ശ്ലോകം 38 വരെ ഇന്ന് മതി. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പൊ ഇനി ഇതിന്റെ ഒരു ഭാഗം കൂടെ ഉണ്ട്. ശ്രുതിഗീത അല്ലെങ്കിൽ വേദസ്തുതി ഒരു ഭാഗം കൂടെ ഉണ്ട്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഹരി ഓം തത്സത്. ഹരി ഓം തത്സത്. ഹരി ഓം തത്സത്.